ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംത ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സാപ്പിൽ വന്ന ഒരു 7 അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ക്യാമറ ഫിൽറ്റർ എന്നത്. അതായത് നമുക്കറിയാം, വാട്സാപ്പിലൂടെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെ. അത്തരത്തിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇനി മുതൽ ക്യാമറയിൽ ഫിൽറ്ററുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു ഓപ്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് സെറ്റിംഗ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സിൽ പ്രൈവസി എന്നത് ക്ലിക്ക് ചെയ്യാം. അവിടെ താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഹലോ ക്യാമറ എഫക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇനി മുതൽ നമ്മൾ വീഡിയോ കോളോ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാമറയിൽ ഇതുപോലെ എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിനുള്ളൊരു ഓപ്ഷനാണ് ഇത്. അപ്പം ഇത് എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എനേബിൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്നതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് ഇവിടെ എനേബിൾ ആയി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫിൽറ്റർ ഓപ്ഷൻസുകൾ കാണുന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫിൽറ്റർ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ഏത് ഫിൽറ്റർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ കുറേയധികം ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ ലഭ്യമാണ്. അപ്പൊ ഇതിന് കിട്ടാവുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വാട്സാപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് മെൻഷൻ സ്റ്റാറ്റസ് എന്നത്. അതായത് നമുക്കറിയാം, നമുക്ക് വാട്സാപ്പിലൂടെ സ്റ്റാറ്റസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെ. അത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനി മുതൽ നമുക്കത് മെൻഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് വാട്സാപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഇവിടെ ഒരു അറ്റ് ഐക്കൺ വന്നിരിക്കുന്നുണ്ടോ. അപ്പം അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യേണ്ട കോണ്ടാക്ട് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന സ്റ്റാറ്റസ് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാട്സാപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ലൈക്ക് സ്റ്റാറ്റസ് എന്നത്. അതായത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഇട്ട സ്റ്റാറ്റസ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് അല്ലെ. അത്തരത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇട്ട സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇനി ലൈക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റാറ്റസ് ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹാർട്ടിന്റെ ഐക്കൺ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിന് നമുക്ക് ലൈക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സ്റ്റാറ്റസിന് നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിപ്ലൈ ഒക്കെ കൊടുക്കണമെങ്കിൽ റിപ്ലൈ ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ പുതിയൊരു അപ്ഡേറ്റ് ആണ് വാട്സാപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും സ്റ്റാറ്റസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ഇത്തരത്തിലാണ്. അപ്പൊ ആരെങ്കിലും വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പൊ ആ ലൈക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ നോക്കാന്നുണ്ടെങ്കിൽ വ്യൂ ചെയ്ത ആള് നമുക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോണ്ടാക്ടിന്റെ അടുത്ത് ലൈക്ക് ബട്ടൺ അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് സിമ്പിൾ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ന വ്യക്തി അതിന് നമ്മുടെ സ്റ്റാറ്റസിന് ലൈക്ക് തന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ ആ സ്റ്റാറ്റസ് ലൈക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ലൈക്ക് ആ ഒരു ഹാർട്ടിന്റെ സിമ്പിൾ ഇങ്ങനെ പറന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആ ഒരു സ്റ്റാറ്റസിന്. അതുപോലെ ഇന്ന ആള് ആരെങ്കിലും ഒരാൾ സ്റ്റാറ്റസിന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. വാട്സാപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഓൺലൈൻ ഗ്രൂപ്പ് എന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒക്കെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെ. അത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ ഇവിടെ ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ പേര് മുകളിലായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും അല്ലെ. എന്നാൽ പുതിയൊരു അപ്ഡേറ്റ് മുഖേന ആ ഒരു ഗ്രൂപ്പിൽ ആരെങ്കിലും ഓൺലൈൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഇത്ര മെമ്പേഴ്സ് ഇവിടെ ഓൺലൈൻ ഉണ്ടെന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ 2 മെമ്പേഴ്സ് ആണ് ഓൺലൈനിലുള്ളത്. അതുകൊണ്ട് 2 ഓൺലൈൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഗ്രൂപ്പിലെ 2 വ്യക്തികൾ ഇപ്പോൾ ഇവിടെ ഓൺലൈൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സാപ്പിൽ വന്നിരിക്കുന്നത്. വാട്സാപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഡബിൾ ടാപ്പ് ഫോർ ഇമോജി എന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ച ഏതെങ്കിലും മെസ്സേജിന് നമുക്ക്
ഇമോജീസ് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെ. അത്തരത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിന് ഇമോജി ആയിട്ട് നമുക്ക് ആ ഒരു മെസ്സേജ് റിയാക്ഷൻ നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്തോ ആ ഒരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഈ കാണുന്ന ഏതെങ്കിലും ഒരു ഇമോജി സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു മെസ്സേജിന് റിയാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെ. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ഇതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് വാട്സപ്പ് കൊണ്ടുവന്നതാണ്. എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യേണ്ട, ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു റിയാക്ഷൻ ബോക്സ് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു സിമ്പിൾ അപ്ഡേറ്റും വാട്സപ്പിൽ ഇപ്പോൾ നിലവിലുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ആണ് ക്രിയേറ്റ് ലിസ്റ്റ് എന്നത്. അതായത് നമുക്കറിയാം വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മുകളിലായിട്ട് ഓൾ, അൺഗ്രീഡ്, ഫേവറേറ്റ്, ഗ്രൂപ്പ്സ് തുടങ്ങിയ ഒരു 4 ഓപ്ഷനുകൾ ഇവിടെ വന്നിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ലിസ്റ്റുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിനു മുമ്പ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എന്നാൽ ഇനി മുതൽ നമുക്ക് ഈ ഒരു 4 ഗ്രൂപ്പുകളല്ലാതെ, അതായത് ഈ കാണുന്ന 4 ലിസ്റ്റുകളല്ലാതെ എക്സ്ട്രാ ലിസ്റ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് വാട്സപ്പ് ഇവിടെ ഒരു പ്ലസ് ഐക്കണിന്റെ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇനി എന്തെങ്കിലും ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ലിസ്റ്റിന്റെ പേരെന്താണ്, ഞാൻ തൽക്കാലം ഒരു ഡെമോയ്ക്ക് എന്ന രീതിയിൽ ഓഫീസ് എന്നത് കൊടുത്തു. എന്നിട്ട് ആ ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യേണ്ട ഏതെങ്കിലും വ്യക്തികളെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടാക്ട് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത്തരത്തിൽ ഇവിടെ വീണ്ടും ഒരു ഗ്രൂപ്പ് ഇവിടെ നമ്മൾ ലിസ്റ്റ് പോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വീണ്ടും ഒരു ലിസ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈസി ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് എന്ന ലിസ്റ്റ് ഇവിടെ ഉണ്ട്, ഓഫീസിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെ അല്ലെങ്കിൽ ഈ ഒരു ഓഫീസ് എന്ന ലിസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ പെട്ടെന്ന് കണ്ടെടുത്തണമെങ്കിൽ ഇവിടെ നിന്ന് കണ്ടെടുത്തിയാൽ മതി. അതുപോലെ ഗ്രൂപ്പ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഫേവറേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാണെങ്കിൽ ഫേവറേറ്റ് എന്ന ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ കാണാം. പിന്നീട് അൺറീഡ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അൺറീഡ് ആയിട്ടുള്ള മെസ്സേജുകൾ കാണാം. ഓൾ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾ ചാറ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തൊന്നും നോക്കുക. വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ആഡ് ഇമോജി യൂസിങ് പ്ലസ് ഐക്കൺ എന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അയക്കുന്ന മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ, അതിന് നമുക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് അയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിന് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതുപോലെ ആ ഒരു മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഈ കാണുന്ന ഇമോജീസ് ഏതെങ്കിലും യൂസ് ചെയ്ത് ആ ഒരു മെസ്സേജ് റിയാക്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാണുന്ന ഇമോജീസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇമോജിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമോജി ഇതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇമോജി നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു മെസ്സേജിന് അവിടെ റിയാക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണിത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇനി റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഇമോജീസ് അല്ല എക്സ്ട്രാ ഇമോജീസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ട എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്ലേ സ്റ്റോർ കയറി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. മിക്ക അപ്ഡേറ്റും ഇപ്പോൾ സാധാ വാട്സപ്പിൽ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ബീറ്റ വെർഷൻ ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു അപ്ഡേറ്റുകളിൽ ഏറ്റവും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോ അതൊന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.